ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ജാതി ആരോടും ചോദിക്കാൻ പാടില്ല, അത് പറയാൻ പാടില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല എന്നാണ് ഗുരുദേവൻ നമ്മളെയൊക്കെ പഠിപ്പിച്ചത്. 84ാമത് ശിവഗിരി തീർത്ഥാടനം 3 ദിവസങ്ങളിലായി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഡിസംബർ 30, 31, ജാനുവരി 1 എന്നീ തീയതികളിൽ വളരെ വലിയൊരു ആഘോഷമായി തന്നെയാണ് ശിവഗിരി കുന്നുകൾ കൊണ്ടാടുന്നത്. ധാരാളം പേരുടെ പ്രഭാഷണങ്ങൾ കൊണ്ട് മുഖരിതമാണ് ഈ വേദിയൊക്കെയും. തീർച്ചയായിട്ടും ഗുരുദേവൻ്റെ ആശയങ്ങളിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഓരോ മഹാസമ്മേളനവും കടന്നു പോകുന്നത്. നമുക്ക് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്താനായിട്ട് നിരവധി കാര്യങ്ങൾ അല്ലെങ്കിൽ നിരവധി സന്ദേശങ്ങളാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ധാരാളം ഭക്തർ ഒഴുകിയെത്തുന്ന ഈ ഒരു ശിവഗിരി തീർത്ഥാടന കാലയളവിൽ തീർച്ചയായും നമുക്കും നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്താൻ, നമ്മുടെ ജീവിതത്തെ ശോഭപൂർണ്ണമാക്കാനായിട്ട് ഒരുപാട് മെസ്സേജുകൾ നമുക്കിവിടെ നിന്നും കിട്ടുന്നുണ്ട്. തീയതി ആരംഭിച്ച ശിവഗിരി മഹാതീർത്ഥാടനം 2017 ജനുവരി 1 ഞായറാഴ്ച സമാപിക്കുകയാണ്. തീർച്ചയായിട്ടും ഒട്ടേറെ ശുഭമുഹൂർത്തങ്ങളിലൂടെയാണ് ഈ ഒരു വേദി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദസ്പർശമേറ്റ മണൽത്തരികളും അദ്ദേഹത്തിൻ്റെ മഹാസമാധി പീഠമൊക്കെ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന ആശയങ്ങൾ, അതിൻ്റെ പൊരുൾ വളരെ വലുതാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ 48ാമത് അദ്ദേഹത്തിൻ്റെ മഹാസമാധിയോടനുബന്ധിച്ച് പ്രത്യേക പൂജകളുമൊക്കെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജാനുവരി 1 തീയതി രാവിലെ 7:30 പൂജാകർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ശാരദാ മഠത്തിൽ നിന്നും 108 കലശങ്ങൾ അലങ്കരിച്ച്, പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് വലിയൊരു ഘോഷയാത്രയായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി മന്ദിരാങ്കണത്തിലേക്ക് എത്തിയത്. ഭക്തജനങ്ങൾ വളരെ ഭക്തിയോടും നിർവൃതിയോടും കൂടിയാണ് ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചത്. അദ്ദേഹത്തിൻ്റെ മഹാസമാധിയിൽ പ്രത്യേക പൂജയും പുഷ്പാഭിഷേകവും സംഘടിപ്പിച്ചിരുന്നു സമാപന ദിവസമായ 1 തീയതി ഞായറാഴ്ച. ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ സമാപന ദിവസത്തിന് സ്വാഗതം ആശംസിച്ചത് ശ്രീ ഗുരുപ്രസാദ് സ്വാമികളായിരുന്നു. ഗുരുപ്രസാദ് സ്വാമികളാണ് ഈ ഒരു സമാപന ദിവസത്തിന് സ്വാഗതം ആശംസിച്ചത്. അധ്യക്ഷത വഹിച്ചത് ശ്രീ ഋദംബരാനന്ദ സ്വാമി അവർകളായിരുന്നു അധ്യക്ഷത വഹിച്ചത്. ഈ സമാപന ദിവസത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് മുൻ മന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവർകളായിരുന്നു. ഇതിൻ്റെ സമാപന ദിവസത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഉന്നതമായ സ്ഥാനമാണ് ശ്രീനാരായണ ഗുരുവിനുള്ളത്. ഗുരുവിൻ്റെ ഓരോ വാചകവും കാലത്തെ അതിജീവിക്കുന്ന മഹത്തായ വഴികാട്ടികളാണ്. അന്ധകാരത്തിൽ ആണ്ടുകിടന്ന ഒരു സമൂഹത്തിന് വിളക്ക് തെളിയിച്ചവരാണ് കേരളത്തിലെ നവോത്ഥാന നായകന്മാർ. ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ കേവലമായ ഒരു തുടർച്ചയല്ല കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം. അതിന് വേറിട്ടൊരു നിലനിൽപ്പുണ്ട്. അതേസമയം ഒട്ടേറെ സമാനതകളും നമുക്ക് കാണാൻ കഴിയും. ബ്രഹ്മസമാജ സ്ഥാപകനായ ശ്രീ രാജാറാം മോഹൻ റായിയെ പോലുള്ളവരാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പതാകവാഹകരായിരുന്നത്. സാമുദായിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായ പ്രവർത്തനങ്ങൾ രാജാറാം മോഹൻ റായ് മുൻകൈയെടുത്ത് നടത്തുകയുണ്ടായി. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് രാജാറാം മോഹൻ റായ് വലിയ പ്രാധാന്യമാണ് നൽകിയിരുന്നത്. 1817 തന്നെ കൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തിരുന്നു. 1822 ആംഗ്ലോ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ച് വിദ്യാഭ്യാസ പ്രവർത്തനത്തിനൊരു പുതിയ രൂപം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. 1829 ശ്രീ രാജാറാം മോഹൻ റായ് അദ്ദേഹത്തിൻ്റെ പരിശ്രമഫലമായി സതി നിയമം മൂലം നിരോധിക്കപ്പെട്ടത് എന്നത് ഒരു ചരിത്ര സംഭവമാണ്. കുട്ടിക്കാലത്ത് തൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയ സംഭവമാണ്
രാജാറാം മോഹൻ റോയിയെ സതിക്കെതിരെ പോരാടാൻ പ്രേരിപ്പിച്ചത് എന്നത് ഒരു ചരിത്ര വസ്തുതയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും രാജാറാം മോഹൻ റോയ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ആയിരക്കണക്കിന് അനുയായികളെ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നില്ല എന്നത് എന്തുകൊണ്ട് എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. ഈയൊരു ഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരു അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇപ്പോഴും തൻ്റെ ഓരോ വാക്കുകൊണ്ടും നിലപാടുകൾ കൊണ്ടും കേരള സമൂഹത്തെ മുഴുവൻ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. സമാപന ദിവസമായ ഇന്നത്തെ പ്രമേയമെന്ന് പറയുന്നത് സംഘർഷമില്ലാതെ സംഘടിക്കുക എന്നുള്ളതായിരുന്നു മുഖ്യ പ്രമേയം. ഇതേക്കുറിച്ച് വളരെ പ്രഗത്ഭർ ക്ലാസ് എടുത്തു. നമ്മുടെ BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജശേഖരൻ അവർ ദീർഘമായ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. സംഘടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണികൾ കോർക്കുന്നത് പോലെയായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. നമ്മൾ വെറുതെ കണ്ണികൾ കൂട്ടിവെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു രൂപമായിട്ട് മാറുകയില്ല. ആ കണ്ണികൾ കോർത്തെടുക്കുമ്പോൾ മാത്രമാണ് അതൊരു മാലയായിട്ട് മാറുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും കണ്ണികൾ ചേർത്ത് വെക്കുന്നത് പോലെ നാം ഓരോരുത്തരും സംഘടിച്ചെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയവും അതുപോലെ തന്നെ സമൂഹത്തിന് ഉയർച്ചയും ഉണ്ടാകൂ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഇന്നിവിടെ പരിചിന്തനം ചെയ്യുന്നത്. സംഘർഷമില്ലാത്ത സംഘടന എന്നുള്ള വാക്കിൽ തന്നെ അതിൽ സംഘർഷത്തിന് സ്ഥാനമില്ല. സമ്യക്കായിട്ട് ഘടിപ്പിക്കുന്നതിനെയാണ് സംഘടന എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് വിഘടനയാണ്. സംഘർഷമുള്ളിടത്ത് അത് വിഘടനയായി മാറും. സംഘർഷം എപ്പോഴും ഉരുത്തിരിഞ്ഞു വരുന്നത് ഒരു പ്രത്യേക സാമൂഹ്യ പശ്ചാത്തലത്തിലാണ്. എപ്പോഴും പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ വിലയിരുത്താൻ കഴിയുക. നമ്മുടെ നാട്ടിൽ മാറ്റങ്ങളും പരിവർത്തനവും ഉണ്ടായിട്ടുള്ളത് സംഘടിതമായ മുന്നേറ്റങ്ങളിലൂടെയാണ്. ഇന്ന് എല്ലാ രംഗത്തും അത് ആവശ്യമാണ്. സംഘർഷമില്ലാത്ത ഒരവസ്ഥ ഓരോ വ്യക്തിക്കും ആവശ്യമാണ്. സംഘർഷമില്ലാത്ത സംഘടന എന്ന് പറയുന്നത് വ്യക്തിജീവിതത്തിലും ആവശ്യമാണ്. കാരണം അയാളുടെ പഞ്ചകോശ നിർമ്മിതമായ ശരീരം ഈ 5 കോശങ്ങളും തമ്മിൽ സമ്യക്കായിട്ട് ഘടിപ്പിക്കുമ്പോൾ മാത്രമേ അയാൾക്കും സമാധാനം ഉണ്ടാവൂ. ഇന്ന് അന്തർസംഘർഷം ഓരോരുത്തരിലും ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈ ടെൻഷൻ എന്ന് പറഞ്ഞ് പലപ്പോഴും പലരും ഒരു പ്രക്ഷുബ്ധാവസ്ഥയിൽ നടക്കുന്നതിൻ്റെ കാരണം അയാൾക്ക് ഒരു സംഘടിതമായ അവയവചലനവും അയാളുടെ ആന്തരികമായ മാനസിക ബൗദ്ധികമായ ഒരവസ്ഥ അത് ശാന്തമാകാത്തത് കൊണ്ട് മാത്രമാണ്. ഗുരുദേവൻ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമുക്ക് നൽകിയ സന്ദേശമാണ് സംഘടിച്ച് ശക്തരാകുവൻ എന്ന ആ മഹത്തായ സന്ദേശം. ആ ഗുരുവിൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. സംഘടിച്ച് ശക്തരാകുവൻ എന്ന് പറയാൻ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ഏത് കാര്യം നേടിയെടുക്കണമെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിന് എന്ത് ഉന്നതി വേണമെങ്കിലും സംഘടിക്കുകയും ശക്തരാകുകയും വേണം. തീർച്ചയായിട്ടും ഒരു കൂട്ടായ്മയിലൂടെ മാത്രമേ സമൂഹത്തിലുള്ള വിപത്തുകൾ അല്ലെങ്കിൽ അന്ധതയെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഗുരു പറയുകയുണ്ടായി. നമ്മുടെ ഓരോ പ്രവൃത്തിക്കും ഒരാൾ നിന്ന് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരൊറ്റ കൂട്ടായ്മയായിട്ട് ഇപ്പോൾ പല സംഘടനകളും നമുക്കിപ്പോൾ നിലവിലുണ്ട്. എന്നാൽ ആ കൂട്ടായ്മകൾ എത്രത്തോളം ശക്തമാണ്. എല്ലാ കൂട്ടായ്മകളും ജനനന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുകയും ജനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ സമൂഹത്തിന് വികസനം ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായും കുടുംബത്തിൽ നിന്ന് വേണം ഓരോ വികസനവും ആരംഭിക്കേണ്ടത്. കുടുംബം എന്നുള്ള ആ ഒരു ഇമ്പമുള്ള ജീവിതക്രമം തന്നെ നമ്മൾ ആദ്യമായി പടുത്തുയർത്തേണ്ടതുണ്ട് എന്ന് ഗുരുദേവൻ പഠിപ്പിക്കുകയുണ്ടായി. കുടുംബം ആദ്യം അച്ഛൻ, അമ്മ, മക്കൾ എന്ന് തുടങ്ങുന്ന ആ ഒരു കുടുംബത്തിൻ്റെ ശക്തിയാണ് സമൂഹത്തിലേക്ക് എത്തേണ്ടത്. ആ സമൂഹം സംഘടിക്കുമ്പോഴാണ് സമൂഹത്തിനും രാജ്യത്തിനും ഉയർച്ച പ്രാപിക്കുകയെന്നും ഗുരുദേവൻ പറയുകയുണ്ടായി.
സമാപന ദിവസമായ ജനുവരി 1-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം സാഹിത്യ സമ്മേളനമാണ് സംഘടിപ്പിച്ചത്. നിരവധി പ്രമുഖർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ഇതിന് സ്വാഗതം ആശംസിച്ചത് ശ്രീ സത്യാനന്ദ തീർത്ഥ സ്വാമി അവറുകളായിരുന്നു. ഇതിന് സ്വാഗതം ആശംസിച്ചത്. അധ്യക്ഷനായിട്ട് അവ്യാനന്ദ സ്വാമികളായിരുന്നു കർമ്മത്തിന് അധ്യക്ഷത വഹിച്ചത്. ഒട്ടേറെ പ്രമുഖർ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ സാഹിത്യത്തെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. ഒരു സന്യാസി ലോകത്തോട് പറയുക മാത്രമല്ല, ആ സന്യാസി ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയാണ്. ആ സംഘടന എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിരന്തരമായി പ്രവർത്തിച്ച് കാട്ടിത്തരികയാണ്. ഞാൻ ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്ന ആ നിവേദനം വായിക്കുകയായിരുന്നു 2 ദിവസം മുമ്പ്. അത് 1896 സെപ്റ്റംബർ മാസം 3-ാം തീയതിയാണ് മഹാരാജാവിന് കൊടുത്തത്. 13,176 ഈഴവർ അന്ന് ഒപ്പിട്ടു ആ നിവേദനത്തിൽ. ശരിക്കും നിവേദനമാണത്. അതിന് കൊടുത്ത പേരാണ് ഈഴവ മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ ഈഴവർക്കുള്ള വിഭജനത്തെപ്പറ്റിയാണ് ആ നിവേദനം സങ്കടപ്പെട്ടത്. അതിലെ ഭാഷ ഇന്ന് വായിച്ചാൽ നമുക്കെല്ലാം ഒരേ സമയം സങ്കടം തോന്നും, ഒരേ സമയം പരിഹാസം തോന്നും. അത്രമാത്രം ദയനീയമായി താണ് വീണ് കേണ് വണങ്ങി മഹാരാജാവ് തിരുമനസിൻ്റെ തിരുവള്ളത്തോടുള്ള എല്ലാ ദാസ്യവും ഓരോ വാചകത്തിലും വീണ്ടും വീണ്ടും ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ നിവേദനം എഴുതിയത്. ഏറ്റവും ന്യായമായ ഒരു കാര്യം പറയാൻ ശ്രമിക്കുമ്പോൾ ആ ഉണർത്തലിന് വിധേയത്വവും ദാസ്യവും അതിൻ്റെ ഭാഷയിൽ എത്രമാത്രം വേണം എന്നതിനെപ്പറ്റിയുള്ള ഒരു പഠനം വേണ്ടതുണ്ടെങ്കിൽ എനിക്ക് തോന്നി അതിൻ്റെ ഒരു തെളിവായി ചൂണ്ടിക്കാണിക്കാം ആ ഈഴവ മെമ്മോറിയലിലെ ഭാഷ. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒട്ടേറെ ആശയങ്ങൾ നമുക്കെന്നും മുതൽക്കൂട്ട് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനായിട്ട് അദ്ദേഹം നൽകിയ സന്ദേശം, മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അദ്ദേഹം പറഞ്ഞത്, ഒരു മരം വച്ചുപിടിപ്പിച്ചു കഴിഞ്ഞാൽ തണലുമായി പഴവുമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എത്ര അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണല്ലേ. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ വാക്കിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ഇന്ന് കാടും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വനങ്ങൾ നഗരമായി മാറുമ്പോൾ തീർച്ചയായിട്ടും ഗുരുവിൻ്റെ ആ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ആ പരാമർശം എത്ര അർത്ഥവത്തായി എന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് സമാപന ചടങ്ങിൻ്റെ ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് നിർവഹിച്ചത്. ശിവഗിരിയുടെ മുഖശോഭയിൽ തെളിയുന്നത് മതേതരത്വത്തിൻ്റെയും മാനവികതയുടെയും മുഖമാണ്. ഗുരുദേവൻ വളരെ കാലം ജീവിച്ചതും ഭൗതികദേഹം ത്യജിച്ചതും ഇവിടെ വച്ചാണ്. ഗുരുസ്മൃതി തുളുമ്പുന്ന പവിത്ര സ്ഥാനമാണിത്. ഗുരുവിൻ്റെ കൈകളാൽ പ്രതിഷ്ഠിച്ച ശാരദാ വിഗ്രഹം അറിവിൻ്റെ പ്രകാശകിരണങ്ങൾ ചൊരിഞ്ഞ് ഇവിടെ പരിലസിക്കുന്നുണ്ട്. അറിവിനെ ആരാധിക്കൂ, അറിവ് സ്വായത്തമാക്കൂ. ഈ ഉദ്ബോധനമാണ് ഗുരു അന്ന് നൽകിയത്. തീർത്ഥാടകർക്കായി ഗുരു നിർദ്ദേശിച്ചത് മഞ്ഞ വസ്ത്രമാണ്. ഗുരുദർശനത്തിൻ്റെ പ്രതീകമാണ് മഞ്ഞ നിറം. ശിവഗിരിയുടെ മഞ്ഞ മതേതരത്വത്തിൻ്റെ പ്രതീകമാണ്. ഗുരുവിൻ്റെ ഈശ്വര ആരാധനക്രമം സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന പാവപ്പെട്ടവരുടെ മോക്ഷം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ളതായിരുന്നു. ശിവഗിരി ശാരദാമഠത്തിൽ നിവേദ്യവും എഴുന്നള്ളത്തും ഉത്സവവും അതുപോലുള്ള മറ്റു ചടങ്ങുകളും വേണ്ട എന്ന് ഗുരു തീരുമാനിച്ചത് ആ പശ്ചാത്തലത്തിലാണ്. ഭക്തന്മാർക്ക് സ്തോത്രം ചൊല്ലി ധ്യാനിക്കാനുള്ള ഏർപ്പാട് മാത്രമേയുള്ളൂ. ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ഗ്രന്ഥശാലകളും വിദ്യാലയങ്ങളും വേണമെന്നാണ് ഗുരു നിർദ്ദേശിച്ചത്. മതാചാരത്തിൻ്റെ ഭാഗമായി വ്യത്യസ്ത മതങ്ങൾ അനുവർത്തിച്ചു പോരുന്ന തീർത്ഥാടനങ്ങളിൽ നിന്ന് ഇവിടെയാണ് ശിവഗിരി തീർത്ഥാടനം വേറിട്ടു നിൽക്കുന്നത്.
സമാപന ചടങ്ങിൻ്റെ കർമ്മങ്ങൾ 2017 ജനുവരി 1-ാം തീയതി രാവിലെ 7:30 ആരംഭിച്ചു. ശ്രീ ശാരദാ മഠത്തിൽ നിന്നും ആരംഭിച്ച 108 കലശങ്ങളോടുകൂടിയുള്ള ഘോഷയാത്ര ഗുരുസമാധിയിലെത്തുകയും ഗുരുസമാധിയിൽ പ്രത്യേക അർച്ചനകൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 108 കലശങ്ങളാണ് വലം വച്ചത്. ഗുരുദേവ സമാധിയിൽ പ്രദക്ഷിണം ചെയ്തത്. അതിനുശേഷം ഭക്തർ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് തന്നെ ഗുരുസമാധിയിൽ പുഷ്പാർച്ചന നടത്തുകയുണ്ടായി. വിശേഷൽ പൂജയും ഇതിനോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രമുഖരുടെ ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യ പ്രഭാഷണങ്ങൾ ഇതിൻ്റെ സമാപന ചടങ്ങിൻ്റെ മാറ്റ് കൂട്ടുക തന്നെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും സംഘടിക്കുക അല്ലെങ്കിൽ സംഘടിച്ച് ശക്തരാകുക, ആ ഒരു പ്രമേയത്തെ ഊന്നിയായിരുന്നു സംഘർഷമില്ലാത്ത സംഘടനകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രമുഖർ ക്ലാസുകൾ എടുത്തത്. അതിന് സംഘടനകൾ തമ്മിലുള്ള മത്സരം ക്രിയാത്മകമായി ആശയപരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഏതൊരു കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും അനിവാര്യതയാണ്. പക്ഷെ അത് വഴിവിട്ട് ആശയപരമായ സംഘർഷങ്ങൾ ക്രിയാത്മകമായി മുന്നോട്ട് പോകാതെ വരികയും വഴിവിട്ട് അത് ശാരീരികമായ സംഘർഷമായി മാറുകയും സമൂഹത്തിൻ്റെ ആകെ തന്നെ സമാധാന നിലയെ തകർക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ആനുകാലികമായി സംഘടനകളുടെ പേരിൽ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമായി തീരുകയും ചെയ്യുന്നൊരു സാഹചര്യം നിലവിലുണ്ടായതുകൊണ്ടാണ്. സംഘടിച്ച് ശക്തരാകാനാണ് ഗുരുദേവൻ പറഞ്ഞത്. സംഘടിച്ച് ശക്തരാകുന്നത് മനുഷ്യന് വേണ്ടിയായിരിക്കണം. മാനവികതയിൽ അധിഷ്ഠിതമായൊരു സംഘടനാ പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. എല്ലാ സംഘടനകളുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ പുരോഗതിയാണ്. അവിടെ ജാതിയും മതവും ദേശവും ഭാഷയും ഒന്നും വിലങ്ങുതടിയായിക്കൂടാ. ആശയ സംവാദങ്ങൾ ആശയപരമായ ഏറ്റുമുട്ടലായി മാറുന്നതിൽ ആർക്കും ഒരു ദോഷവും വരുന്നില്ല. ഗുരുവചനങ്ങളും ഗുരുകൃതികളുടെ മധുരാലാപനവും നിറഞ്ഞുനിന്ന ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ 3 ദിവസവും അണമുറിയാതെയാണ് ശ്രീനാരായണീയർ ഒഴുകിയെത്തിയത്. അന്ധവിശ്വാസ ജടിലമായ ഒരു സമൂഹത്തെ ആകെ നവോത്ഥാനത്തിൻ്റെ ദീപശിഖ ഉയർത്തി പരിവർത്തിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് വിളനിലമായ പുണ്യഭൂമിയാണ് ശിവഗിരി. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ഓരോ തീർത്ഥാടകനും ഗുരുദേവ ദർശനത്തിലൂടെയുള്ള ആത്മീയമായ ഒരു അന്വേഷണത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ആ ദിവ്യ അനുഭൂതി പകർന്നു നൽകാൻ ഇതിൻ്റെ സംഘാടകർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്നത് ചാരിതാർത്ഥ്യജനകമായ കാര്യമാണ്. ഏറെ വിജയകരമായി ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഗുരുദേവ ദർശനങ്ങളുടെ കാലിക പ്രസക്തി നാൾക്കുനാൾ ഏറി വരുന്ന കാലത്താണ് നാം ശിവഗിരി തീർത്ഥാടനത്തിനായി ഒന്നിക്കുന്നത്. പുതുവർഷ പുലരിയിൽ ഗുരുദേവന്റെ അനുഗ്രഹം തേടി ആയിരങ്ങളാണ് ഇന്നലെ ശിവഗിരിയിലെത്തിയത്. രാത്രി 12:01 മഹാസമാധിയിൽ നട തുറന്നു ദർശനം നൽകിക്കൊണ്ടാണ് ശിവഗിരിയിൽ പുതുവർഷത്തെ വരവേറ്റത്. ഗുരുചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ ശിവഗിരിയിലെത്താനും മഹത്തായ തീർത്ഥാടന സമ്മേളനത്തിൻ്റെ ഭാഗമായി മാറാനും കഴിഞ്ഞത് മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ്. സംഘർഷമില്ലാത്ത സംഘടനാ പ്രവർത്തനം എന്നതാണ് നമ്മുടെ വിഷയം. സംഘർഷനിർഭരമായ ജീവിതത്തിൻ്റെ വഴികളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. സംഘടന എന്ന് പറയുന്നത് വ്യക്തികൾ ഒരുമിച്ച് ചേർന്നുണ്ടാക്കുന്ന സംഘങ്ങൾ തന്നെയാണ്. സ്വാഭാവികമായും വ്യക്തികളിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ സംഘടനയിൽ പ്രതിഫലിക്കും. വ്യക്തിക്കുണ്ടാകുന്ന അസ്വസ്ഥതകളും വ്യക്തിക്കുണ്ടാകുന്ന പരാതികളും പരാധീനതകളും അവരുടെ സുഖദുഃഖങ്ങൾ സമ്മിശ്രമായ അവരുടെ ജീവിതവുമെല്ലാം പലപ്പോഴും പല സംഘടനകളെയും ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പല സംഘടനകളും വ്യക്തിയാധിഷ്ഠിതമായ സംഘടനകളാണ്. സംഘടിച്ച് ചേരാനുള്ള നമ്മുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ കൂടുതലായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ഏതെങ്കിലും ഒരു സംഘടന നമ്മളെ ക്ഷണിച്ചാൽ നമ്മൾ ആ പരിപാടിക്ക് ചെല്ലാം എന്ന് പറഞ്ഞാൽ അന്ന് രാത്രിയാകുമ്പോൾ അതോടൊപ്പമുള്ള ഒരു 5 സംഘടനക്കാർ വ്യക്തിപരമായി നമ്മളുമായിട്ടുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച് ആളുകളെ കൊണ്ട് വിളിച്ച് ആ പരിപാടിക്ക് ഒരു കാരണവശാലും പോകരുത് എന്ന് നമ്മളെ നിർബന്ധിക്കുന്ന കാലമാണിത്.
തീർച്ചയായിട്ടും ജനസമുദ്രം തന്നെയായിരുന്നു ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. തീർത്തും പീതശോഭയിൽ കുളിച്ചു നിന്ന വേദി ത്രിസന്ധിയായപ്പോൾ ഒന്നുകൂടി പ്രകാശപൂരിതമായപ്പോൾ ആ മഞ്ഞ നിറം ഒന്നുകൂടി കത്തി ജ്വലിക്കുകയുണ്ടായി. ഗുരുദേവൻ്റെ ആ ഓർമ്മകൾക്ക് മുന്നിൽ, സ്മരണകൾക്ക് മുന്നിൽ, അദ്ദേഹം നമുക്ക് നൽകിയ മണിമുത്തുകൾക്ക് മുന്നിൽ ജ്വലിക്കുകയായിരുന്നു ഓരോ ഭക്തരും. ഭക്തരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യവും ഗുരുദേവൻ മുന്നോട്ട് വച്ച ആശയങ്ങളും ജനങ്ങളിലും പ്രതിഫലിച്ച് കാണാൻ സാധിച്ചു. ഈ സംഘടനാ വേദികളിലും അതുപോലെ തന്നെ സമ്മേളനങ്ങളിലും ഒക്കെ പങ്കെടുത്ത ഭക്തജനങ്ങൾ ഗുരുദേവനെ അകമഴിഞ്ഞ് ആരാധിക്കുകയും ഗുരുദേവൻ്റെ പാത പിന്തുടരാൻ മറ്റുള്ളവർക്ക് പ്രചോദനമാവുകയും ചെയ്തു. അവിടെ നിൽക്കുന്ന ഓരോരുത്തരും സ്വയം മറന്ന ഗുരുവിൻ്റെ സ്മരണകളിൽ മുഴുകുകയായിരുന്നു. നാം ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ ഗുരുവിൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ടാണ് അവർ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചത്. തീർച്ചയായിട്ടും ഗുരുവിൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ നമുക്കും പങ്കുചേരാം. ശിരസ് നമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാവന സ്മരണകൾ കത്തിജ്വലിക്കാൻ ഇനിയും 1000 വർഷങ്ങൾ ഗുരുദേവൻ്റെ സ്മരണകൾ ഈ ലോകത്തോട് അദ്ദേഹത്തിൻ്റെ സ്മരണകളും അദ്ദേഹത്തിൻ്റെ വാഗ്ദത്തങ്ങളും ജനങ്ങൾക്ക് പകർന്നു നൽകുന്ന, എന്താ പറയേണ്ടത്, തീർച്ചയായിട്ടും ജനങ്ങൾക്ക് നൽകുന്ന കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെ വിളങ്ങുന്ന ശോഭയുള്ള അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ ഈ ലോക നന്മയ്ക്കായി ഇനിയും വരും കാലങ്ങളിലും ജനഹൃദയങ്ങളിലേക്ക് എത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്കും വിടവാങ്ങാം. ഈ അമൂല്യമായിട്ടുള്ള മണൽത്തരികളാൽ ഗുരുദേവൻ്റെ പാദസ്പർശമേറ്റ, ഗുരുദേവൻ്റെ ആത്മനിർവൃതി പൂണ്ട, ഗുരുദേവൻ ജനങ്ങൾക്ക് വേണ്ടി നൽകിയ മണിമുത്തുകളെ ഓർത്തുകൊണ്ട് നമുക്കും ഈ വർഷം ഇവിടെ നിന്നും വിടവാങ്ങാം.